കൊല്ലം ജില്ലയിൽ ഒരു കർഷകന്റെ മകനായി ജനിച്ച ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് 29,100 കോടി ആസ്തിയുള്ള RP ഗ്രൂപ്പ് എന്ന വലിയൊരു കൺസ്ട്രക്ഷൻ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്? 1959 സെപ്റ്റംബർ 2-ാം തീയതിയായിരുന്നു കൊല്ലം ജില്ലയിലെ ചാവറ എന്ന സ്ഥലത്ത് ബി രവിപിള്ള ജനിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും തന്റെ കുട്ടിക്കാലം അത്ര മനോഹരമായിരുന്നില്ല ബി രവിപിള്ളയ്ക്ക്. പട്ടിണിയിലൂടെയും കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമായിരുന്നു രവിപിള്ളയുടെ കുട്ടിക്കാലം കടന്നുപോയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുടുംബത്തിൻ്റെ സാമ്പത്തികപരമായ പിന്നോക്കം. സാമ്പത്തികപരമായി ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിലും സ്വന്തം കുട്ടിയായ രവിപിള്ളയുടെ വിദ്യാഭ്യാസം അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സിന് ചേരുകയും കൊമേഴ്സിൽ ഒരു ബിരുദം നേടുകയും ചെയ്തു ബി രവിപിള്ള. തൻ്റെ കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായി. അതിൻ്റെ ഭാഗമായി കടം വാങ്ങിയ പണം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ ആദ്യത്തെ സംരംഭമായ ഒരു ചിറ്റ് ഫണ്ട് അദ്ദേഹം ആരംഭിച്ചു. നല്ലൊരു തുടക്കമായിരുന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര രീതിയിൽ വിജയമാവാൻ രവിപിള്ളയുടെ ചിറ്റ് ഫണ്ട് ബിസിനസ്സിന് കഴിഞ്ഞില്ല. തൊഴിലാളി സമരവും മറ്റ് പ്രശ്നങ്ങൾ കാരണം രവിപിള്ളയ്ക്ക് തൻ്റെ ബിസിനസ്സായ ചിറ്റ് ഫണ്ട് നിർത്തേണ്ടി വന്നു. പിന്നീട് ഒരു എഞ്ചിനീയറിംഗ് കരാർ ബിസിനസ് ആരംഭിക്കുകയും ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിലും കൊച്ചി റിഫൈനറിയും ജോലി ചെയ്തെങ്കിലും അവിടെയും വില്ലൻ തൊഴിലാളി സമരം തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം 1978 സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. ബി രവിപിള്ള സൗദിയിലെത്തുന്ന കാലത്ത് ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിരുന്നു സൗദി എന്ന് പറയുന്നത്. തൻ്റെ സ്വപ്നമായ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുക, അതുപോലെ ബിസിനസ് ചെയ്യുക എന്ന ആഗ്രഹത്തോടെ സൗദിയിൽ തൻ്റെ വ്യാപാര ബിസിനസ്സുകൾ ആരംഭിക്കാൻ ബി രവിപിള്ള തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ചില വ്യാപാര ബിസിനസ്സുകൾ അദ്ദേഹം തുടങ്ങി. അതിനുശേഷം കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്ക് അദ്ദേഹം തിരിയുകയും ചെയ്തു. ആ കാലത്ത് സൗദി അറേബ്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ അന്ന് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നത് ബി രവിപിള്ളയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ ബി രവിപിള്ള തൻ്റെ ബിസിനസ് കൺസ്ട്രക്ഷൻ മേഖലയിലേക്കും വ്യാപിപ്പിച്ചു. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം 150 ജീവനക്കാരുമായി അദ്ദേഹം തൻ്റെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയായ നമ്മൾ ഇന്ന് കാണുന്ന RP ഗ്രൂപ്പിന് ബി രവിപിള്ള രൂപം നൽകി. അങ്ങനെ സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയായ RP ഗ്രൂപ്പിൻ്റെ വിജയത്തിന് പിന്നാലെ നാസർ എസ് അൽ ഹാജി എന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സഹ ഉടമസ്ഥതയും RP ഗ്രൂപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. വെറും 150 ജീവനക്കാരുമായി തുടങ്ങിയ ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് പിന്നീട് 5000 ജീവനക്കാരുമായുള്ള ഒരു വലിയ കൺസ്ട്രക്ഷൻ ബിസിനസ്സും സൗദിയിൽ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി മാറി RP ഗ്രൂപ്പ്. സൗദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനിയല്ല RP ഗ്രൂപ്പ്. സൗദിക്ക് പുറമെ UAE, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ എമിറേറ്റ്സ് രാജ്യങ്ങളിലും RP ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം ബി രവിപിള്ള അറിയിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് പുറമെ ഹോസ്പിറ്റാലിറ്റി, എണ്ണ, വാതകം, സിമെന്റ്, സ്റ്റീല് തുടങ്ങിയ ബിസിനസ് മേഖലകളിലും തങ്ങളുടേതായ സ്ഥാനം RP ഗ്രൂപ്പിനുണ്ട്. കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഇടയിൽ പല സ്ഥലങ്ങളിലായി പല 5 സ്റ്റാർ ഹോട്ടലുകളുടെ ഓഹരിയും RP ഗ്രൂപ്പിന് സ്വന്തമായിട്ടുണ്ട്. ഒരു കാലത്ത് സൗദിയിൽ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത ഒരു മലയാളി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരു സമ്പന്നനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കഥയും കഠിനാധ്വാനവും അത്ര ചെറുതല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും കർഷകന്റെ മകനായി ജനിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കഠിനാധ്വാനവും വലിയൊരു കഷ്ടപ്പാടിൻ്റെയും കഥയുണ്ട്.